ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാം ആയിട്ടുള്ള ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ ഇതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഗോൾഡൻ ആൻഡ് ഒരു ബ്രൗണിഷ് ന്യൂഡ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്കും കൂടെയാണ് ഇന്ന് ചെയ്യാൻ പോണേ. സോ ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഏത് ടൈപ്പ് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്കിൻ നല്ല പ്രെപ്പായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്കിൻ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നല്ലൊരു ഫോമിങ് ഫേസ് വാഷ് ഇവിടെ യൂസ് ചെയ്യുകയാണ്. ഇത് സെറാവിയുടെ ആക്നി കൺട്രോൾ ഫേസ് വാഷ് ആണ്. ഇതെൻ്റെ ഒരു ബെസ്റ്റ് ആൻഡ് ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. കാരണം എൻ്റെ സ്കിൻ വന്നിട്ട് കുറച്ച് ആക്നി പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് അത് കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പ്രോഡക്റ്റ്. ഫസ്റ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ലിപ് ബാം അപ്ലൈ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മളത് സ്റ്റാർട്ടിങ്ങിലേ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിപ്സ് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. അടുത്തത് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ക്ലിനിക്കിൻ്റെ ജെൽ പേസ്റ്റ് മോയ്സ്ചറൈസറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യില്ല. അത്ര അടിപൊളിയാണ്. ഇന്ന് നൈറ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ ഞാനിന്ന് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്. പിന്നെ ഇവിടെ സ്മാഷ് ബോക്സിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. സോ പ്രൈമർ ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. കാരണം ഇത് നമ്മളുടെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കും. അപ്പോൾ ഇതിന് മേലെ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പം നല്ലൊരു ബേസാണ് കിട്ടുക. നല്ല സ്കിൻ ലൈക്ക് ഫിനിഷ് എന്നൊക്കെ പറയൂലേ, അതുപോലെ. അപ്പോൾ ഇതുപോലെ ടാപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ പ്രൈമർ എപ്പോഴും അപ്ലൈ ചെയ്യാൻ. കാരണം അപ്പോഴാണ് നമ്മുടെ പോഴ്സൊക്കെ ഫില്ല് ചെയ്ത് നല്ല ഈവൺ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നത് ലാൻകോമിൻ്റെ ഒരു കൺസീലറാണ്. സോ കൺസീലർ എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ അണ്ടർ ഐയിലും അതുപോലെ ഐലിഡിൽ പിന്നെ എനിക്ക് കുറച്ച് ആക്നി സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കവറപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇട്ട ഉടനെ തന്നെ അപ്ലൈ ചെയ്യാതെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സ്കിന്നിൽ നന്നായിട്ട് സിറ്റ് ചെയ്യും. അതിന് ശേഷം ഒരു ഡെൻസർ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം ഇതുപോലെ ടാപ്പിംഗ് മോഷനിൽ നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല കവറേജ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുക. ഇട്ട ഉടനെ തന്നെ ബ്ലെൻഡ് ചെയ്യാതെ കുറച്ച് സമയം വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അടുത്തത് ഞാൻ എൻ്റെ ഐലിഡ് സെറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടാർട്ടെ കോസ്മെറ്റിക്സ് നിന്ന് ഒരു ലൈറ്റർ ഷെയ്ഡ് എടുക്കുകയാണ്. ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഐലിഡ് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഐ ഷാഡോ ഇടുമ്പം അതിൻ്റെ കളർ പേ ഓഫ് ഒന്നുകൂടെ നന്നായിട്ട് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന മോർഫിയുടെ ട്രാൻസ്ലൂസിൻ പൗഡറാണ്. അത് നമ്മളൊരു ബ്രഷിലെടുത്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഏരിയ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഐലിഡ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു പാലറ്റിൽ നിന്നുള്ള ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്ത് സെൻറ്റർ പോർഷൻ എന്നാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതൊരു പൗഡർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു നാച്ചുറൽ ഫിനിഷാണ് കിട്ടുക. അപ്പോൾ രണ്ട് ഐബ്രോസും ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു ബ്രോ ജെൽ യൂസ് ചെയ്ത് ഐബ്രോസിന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് കോസാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നുള്ള ഐബ്രോ ജെല്ലാണ്. സോ ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഐബ്രോസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു ഫുൾ ഡേ അതിങ്ങനെ അനങ്ങാതെ നല്ല ബ്രഷ്ഡ് ആയിട്ടിരിക്കും. അടുത്തതായിട്ട് ഞാൻ ലാൻകോമിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി സ്കിൻ നമ്മൾ കൺസീലർ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അധികം പ്രോഡക്റ്റ് ആവശ്യമായിട്ടില്ല. സോ ഞാനിവിടെ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഡെൻസർ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അധികം ഇപ്പോൾ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു എയർ ബ്രഷ് ഫിനിഷ് തരുന്ന ഒരു ബ്രഷാണ് കേട്ടോ. IT കോസ്മെറ്റിക്സിൻ്റെ ആണ് ഈ ബ്രഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത്. അധികം ഞാൻ യൂസ് ചെയ്യാറ് ഡാംപ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡറാണ്. നിങ്ങളുടെ കയ്യിൽ അതാണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. ബട്ട് ഞാനിവിടെ ബ്രഷാണ് ഇപ്പോൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. സോ നെറ്റിയിലും അതുപോലെ അണ്ടർ ഐസിലും ഇതുപോലെ സ്വീപ്പിംഗ് മോഷനിൽ വേണം നമ്മൾ അണ്ടർ ഐയിൽ ചെയ്യുമ്പം കൊടുക്കാനായിട്ട്.
ഇനി ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഈ ഒരു പാലറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് പാലറ്റാണ് കേട്ടോ. സോ എൻ്റെ ഒരു ഡ്രസ് കളർ ബ്രൗൺ ആൻഡ് ഗോൾഡൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഷെയ്ഡ്സ് ആണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. സോ ഐലിഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ന്യൂഡ് ആയിട്ടുള്ള ബ്രൗൺ ആണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സട്ടിൽ ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഒരു ട്രാൻസിഷൻ ഷെയ്ഡാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തത് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്കെപ്പോഴും ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് കിട്ടും. പിന്നെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്, ഐസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സെൻറ്ററിൽ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടെ നമ്മളുടെ ഐസിനെ ഒന്ന് പോപ്പപ്പ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കണ്ടില്ലേ, ഒരു ട്രാൻസിഷനായിട്ട് ഇപ്പോൾ 3 കളേഴ്സിൻ്റെ ട്രാൻസിഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ബ്രഷിനേക്കാളും ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പം ഷിമ്മർ ഷെയ്ഡിന് കുറച്ചുകൂടി പേ ഓഫ് കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് അത് 2 ഐസിലും സെയിം ഒരേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ ഐസിൻ്റെ ഒരു മിഡ് ലെവലിൽ വരെ ചെയ്യാവുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഒരു ഹാർഷ് ലൈൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന് ഞാൻ മേടിച്ച ഒരു സ്മോക്കി ഐ ലുക്ക് കൊടുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അപ്പർ ലാഷ് ലൈനിൽ ഒരു ബ്ലാക്ക് സ്മോക്ഡ് ലുക്കാണ് കൊടുക്കുന്നത്. ഒരു ബ്ലാക്ക് ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വിങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഐലൈനർ യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു സ്മോക്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ലുക്ക്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പും കൂടിയാണ്. സോ മേലെ നമ്മൾ യൂസ് ചെയ്ത ബ്രൗൺ കളറിൽ തന്നെ ഒരു കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഒന്ന് പോപ്പപ്പ് ആയില്ലേ ഐസ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ സൈഡിലും കൂടെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് കിട്ടും. എനിക്ക് പൊതുവേ ഈ ഒരു ഐ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തായാലും ഈ ഒരു ലുക്കിൽ സാറ്റിസ്ഫൈഡായി. ഇനി നമുക്ക് ജെൽ ഐലൈനർ എഴുതി കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ എസെൻസിൻ്റെ ഒരു ജെൽ ലൈനറാണ് ഉള്ളത്. ഞാൻ എപ്പോഴും വിങ് ഇട്ടിട്ടാണ് ഐലൈനർ എഴുതാറ്. അപ്പം അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനെപ്പോഴും കണ്ണെഴുതുമ്പം അപ്പർ ലാഷ് ലൈനിൻ്റെ ഒരു മിഡ് പോർഷനിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് അങ്ങനെയാണ് എഴുതാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല, ഫുള്ളായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. പിന്നെ ഞാനൊരു കേളർ ഇവിടെ യൂസ് ചെയ്യുകയാണ്. കേളർ യൂസ് ചെയ്തൊരു 10 ടൈംസ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കാറുണ്ട്. എന്നിട്ട് ഇത് നമ്മളുടെ എസെൻസിൻ്റെ ലാഷ് പ്രിൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. കാരണം ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല. ഒരു ഫാൾസ് ലാഷസ് യൂസ് ചെയ്യുന്നതിന് എനിക്കങ്ങനെ യൂസ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും അധികം കുറച്ച് കോട്ട് ഇട്ടിട്ടാണെങ്കിലും ഇതുപോലെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഐ ലുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് റെയർ ബ്യൂട്ടിയുടെ ബിലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിത്തൗട്ട് മേക്കപ്പ് ആണെങ്കിലും വിത്ത് മേക്കപ്പ് ആണെങ്കിലും യൂസ് ചെയ്യാറുണ്ട് ഇത്. അപ്പോൾ ഞാനിത് ചീക്ക് ഏരിയയിലാണ് കൊടുക്കുന്നത്. ഒരു ലിഫ്റ്റഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യണം. നമ്മളുടെ ഒരു ഐബ്രോയുടെ അത്രയും ഏരിയ വരെ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ കൂടുതലായിട്ടും ഈ ലിക്വിഡായിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു വിത്തിൻ ഗ്ലോ കിട്ടും, നമ്മുടെ ഒരു നാച്ചുറൽ ഒരു ഇത് കിട്ടും. പിന്നെ ഐക്കോണിക്കിൻ്റെ ഹൈലൈറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ചെറിയ ബോട്ടിൽ വാങ്ങിച്ചത്. പക്ഷേ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഈ ബോട്ടിലാണെങ്കിൽ കഴിഞ്ഞിട്ട് പുതിയത് മേടിക്കാമെന്ന് വെച്ചിട്ട് അത് കഴിയുന്നില്ല. സോ അത്രത്തോളം പ്രോഡക്റ്റ് അതിലുണ്ട്. നമ്മൾക്ക് ആക്ച്വലി ഇത്ര ചെറിയൊരു ബോട്ടിൽ മതി ഈ ഒരു ഹൈലൈറ്ററൊക്കെ. സോ അതും ഞാൻ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. ബ്രോ ബോണിൽ അപ്ലൈ ചെയ്തു, അതുപോലെ നോസ് ബ്രിഡ്ജിൽ ചിന്നിലൊക്കെ നമുക്ക് എവിടെയൊക്കെ ഗ്ലോ വേണം എന്നുള്ളത് നോക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇനി നിക്സിൻ്റെ ഒരു വണ്ടർ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കോണ്ടോറിങ് ഉണ്ട്, അതുപോലെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതിൽ കോണ്ടോർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഫേസിൽ എവിടെയെങ്കിലും ജസ്റ്റ് നമുക്കൊരു ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡബിൾ ചിന്നുള്ള ആൾക്കാർക്ക് അത് കവർ ചെയ്യാം, അതുപോലെ നോസ് സ്ലിം ചെയ്യാം, പിന്നെ ചീക്ക് കട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പർപ്പസാണ് കോണ്ടോറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ അതും അധികം മൂക്കിൻ്റെ അവിടെ, പിന്നെ അതുപോലെ നമ്മളുടെ ചീക്ക് ബോണിൻ്റെ താഴെ, അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ കണ്ടോ ഒരു ലിഫ്റ്റഡ് ലുക്ക് കിട്ടും. അത് നമ്മളുടെ ഒരു ഫേസ് കട്ടിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ കൂടെ മറക്കരുത്, കാരണം അത് ഇങ്ങനെ ഹാർഷ് ലൈനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല.
അടുത്തത് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത ലിപ് ബാം റിമൂവ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ, എന്നാൽ മാത്രമേ നമ്മളുടെ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യുള്ളൂ. സോ ഞാനിങ്ങനെ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഡാർക്ക് ഷെയ്ഡാണ്, ഒരു പ്ലം ഷെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ലിപ്പ് ലൈനറാണ് ഇവിടെ യൂസ് ചെയ്തത്. ഇത് നിക്സിൻ്റെ ലോഞ്ചറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചിൽ നിന്നുള്ള ഷെയ്ഡാണ്. നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കളറും അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ്ലി മാറിയിട്ടുള്ള ഒരു കളറുമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഹെയർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇനി ആ പരിപാടിയില്ല. അപ്പോൾ ഇനി ഡ്രസ്സ് മാറിയിട്ട് കാണാം. ഔട്ട്ഫിറ്റ് ഒരു നൈറ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് ഞാൻ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഗ്ലിറ്ററി ഐസും കൊടുത്തു. പിന്നെ ഞാൻ ജ്വല്ലറി കുറച്ച് മിനിമലായിട്ട് ഒരു നെക്ലേസും ഒരു ബ്രേസ്ലെറ്റും പിന്നെ ഒരു വാച്ചുമാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഹെയർ ഇപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കേൾ ചെയ്ത് 2 പോർഷനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഡൈസൺ എയർ റാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്തത്. സോ അതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.